ചെറിയ ചെറിയ ഓർമ്മക്കുറവൊക്കെ വരുമ്പോൾ നിങ്ങൾ പേടിക്കാറുണ്ടോ ഇത് ഡിമെൻഷ്യ ആണോ എന്ന്? അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, എനിക്ക് മറവി തുടങ്ങി, എനിക്ക് ഡിമെൻഷ്യ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ. എന്നാൽ ഒരിക്കലും കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ ഡിമെൻഷ്യ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫാമിലി ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യണം. ഒരു സീരീസ് ഓഫ് ടെസ്റ്റിലൂടെയാണ് ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് നിങ്ങളുടെ ഫുൾ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഹിസ്റ്ററി നോക്കും. അതിനുശേഷം ചില കോഗ്നിറ്റീവ് സ്ക്രീനിങ് ടൂൾസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ അസസ് ചെയ്തതിന് ശേഷം പിന്നെ ബ്ലഡ് ടെസ്റ്റും, പിന്നെ ആവശ്യത്തിനുള്ള CT സ്കാൻ, MRI സ്കാൻ, പിന്നെ ചില കേസസിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡിമെൻഷ്യ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ് കൂടെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ട് ഡിമെൻഷ്യ ആണോ, ഏത് തരത്തിലുള്ള ഡിമെൻഷ്യ ആണ്, ഏത് സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ ആണെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡിമെൻഷ്യയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ പോയി അതിന് വേണ്ടുന്ന ടെസ്റ്റുകളും ഡയഗ്നോസിസും ചെയ്യണം. കാരണം എത്രയും നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു അത്രയും നേരത്തെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അതിൻ്റെ പ്രോഗ്രഷൻ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനും സാധിക്കും.